മാർക്കറ്റ് വൈസ് നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ് എന്നീ ഇൻഡെക്സുകളുടെ ഡെയിലി അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പതിവുപോലെ ഇന്നും നിഫ്റ്റി തന്നെ ആദ്യം പരിശോധിക്കാം. ഇന്ന് നിഫ്റ്റിയിലെ ട്രേഡിംഗ് ചാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഭീകരമായ ഒരു അവസ്ഥയായിരുന്നു. ഫുൾ ടൈമും കൺസോൾട്ടേഷൻ. ആദ്യത്തെ ഒരു മിനിറ്റിൽ തന്നെ ഇന്നലെ എവിടെയാണോ ക്ലോസ് ചെയ്തിരുന്നത്, നമ്മൾ രേഖപ്പെടുത്തിയിരുന്ന ലോവർ സൈഡ് സപ്പോർട്ടിൽ നിന്ന് കൃത്യമായും അപ്പർ സൈഡ് സപ്പോർട്ടിന് മുകളിൽ എത്തിയിരുന്നു. എന്നാൽ 5 മിനിറ്റ് അവിടെ ഹോൾഡ് ചെയ്തതിനു ശേഷം വീണ്ടും ചെറിയ ഡിക്ലൈൻ കാണിച്ചു എങ്കിലും വ്യക്തമായി പരിശോധിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു അപ്പർ സൈഡിലോട്ട് തന്നെയായിരുന്നു ഓരോ പ്രാവശ്യവും. പുതിയ ഹൈ തരുന്നു, ക്ലോസിംഗ് ലഭിക്കുന്നില്ലെങ്കിലും പുതിയ ഹൈകൾ തന്നു പോവുകയായിരുന്നു. അപ്പോൾ ആ ഒരു ധാരണയിൽ ഇവിടെ വന്ന് വീണ്ടും 1 മിനിറ്റ് 3 മിനിറ്റിൽ ഒരു അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്തവർക്ക് ഇവിടെ നിന്നും ഒരു കോൾ ഓപ്ഷൻ വാങ്ങി ഈ ലോ സ്റ്റോപ്പ് ലോസ് ആയി നൽകേണ്ടി വരുമായിരുന്നു. എക്സാക്റ്റ് ഒരു സ്റ്റോപ്പ് ലോസ് കൊടുക്കാൻ നിവൃത്തിയില്ലാത്ത ഒരു സിറ്റുവേഷൻ ആയിരുന്നു. എന്നാൽ വിപരീത ധൈര്യം കാണിച്ച ട്രേഡേഴ്സ് തീർച്ചയായും ഇവിടെ നിന്നും ഒരു ട്രേഡ് ലഭിച്ചിട്ടുണ്ടാവാം. വീണ്ടും പ്രൈസ് ഈ ഏരിയയിൽ നിന്നും ഇറങ്ങി ഇതേ ലെവലിൽ നിന്നും ഡൗൺ സൈഡ് വന്ന് ഇങ്ങനെ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്യുമ്പോൾ പുള്ളി നെക്സ്റ്റ് മൂവ്മെന്റ് ഡൗൺ വേർഡ് ആയിരിക്കാം എന്ന് കരുതി ഈ ലെവലിൽ നിന്നും ഒരു ട്രേഡ് എടുക്കാവുന്നതായിരുന്നു. അപ്പോൾ ഈ ലെവലാണ് സ്റ്റോപ്പ് ലോസ് കൊടുക്കേണ്ടത്. കാര്യം നമ്മൾ ഇന്നലത്തെ ഒരു ഫാളിങ്ങിനെ നമ്മളുടെ മനസ്സിലുള്ളതുകൊണ്ട് കഴിഞ്ഞ ദിവസം സംഭവിച്ച ഒരു വലിയ ഫാളിങ് നമ്മളുടെ ഒരു മെമ്മറിയിൽ നിൽക്കുന്നുണ്ട്. വലിയ ടാർഗറ്റുകൾ പ്രതീക്ഷിച്ചെങ്കിൽ തീർച്ചയായും അത് കിട്ടത്തില്ലായിരുന്നു. ഇവിടെ നിന്നും ഈ ലെവലിൽ നിന്ന് കൃത്യമായി സപ്പോർട്ട് എടുത്ത് ഇവിടെ നിന്നും വീണ്ടും ഒരു നല്ല മൂവ്മെന്റ് അപ്വേർഡാണ് ലഭിച്ചത്. എന്നാൽ ഈ ഏരിയയൊന്നും അത്ര വ്യക്തമായി ട്രേഡ് ചെയ്യാൻ ഒരു ട്രെൻഡ് അല്ലാത്തതുകൊണ്ട് സാധ്യമാകുന്നതല്ല. തുടർന്നുള്ള സമയം മുഴുവനും നിഫ്റ്റി ഇവിടെ ഹോൾഡ് ചെയ്യുകയാണ് ചെയ്തത്. ഒരു പക്ഷേ ഈ ഏരിയയിൽ നിന്ന് ബ്രേക്ക് ചെയ്യുമ്പോൾ ഇത് കടന്നു കയറി ഇങ്ങോട്ടേക്ക് പോന്നേക്കാം എന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നെങ്കിലും ഇന്ന് സീറോ ചതിക്കുകയേ ഉള്ളൂ എന്ന് നല്ല ബോധ്യമുണ്ടായിരുന്നു. എന്നാൽ ഇവിടെ നിന്നും ചെറിയൊരു പ്രോഫിറ്റ് നൽകി വീണ്ടും പ്രൈസ് ഡൗൺവേർഡ് തന്നെ പോരുകയാണ് ചെയ്തത്. എന്നാൽ ഈ ലെവൽ ബ്രേക്ക് ചെയ്യാനും ശ്രമിച്ചതില്ല. ഇപ്പോഴും നിഫ്റ്റി ഇവിടെ തന്നെ നിൽക്കുന്നു. അപ്പോൾ നാളെ ഇന്ന് പൂർണ്ണമായും ഈ ഏരിയയിൽ നിന്ന് നിഫ്റ്റി ഹോൾഡിംഗ് ആണ്. അപ്പോൾ നാളെ എന്തായിരിക്കാം നമ്മുടെ ട്രേഡിംഗ് ലെവലുകൾ എന്നൊന്ന് പരിശോധിച്ച് നോക്കാം. നാളത്തേന് വേണ്ടി ഞാൻ രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സപ്പോർട്ട് 630 22,630 ലെവലാണ്. അതുപോലെ തന്നെ റെസിസ്റ്റൻസ് ആയി ആദ്യം ലഭിച്ചേക്കാവുന്ന 22,699 700 ലെവലാണ്. അതിനു മുകളിൽ 711 എന്ന ഒരു ലെവൽ കൂടി ഞാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ 1 മിനിറ്റ് 3 മിനിറ്റ് ക്യാൻഡിൽ പാറ്റേണുകൾ ഇവിടെ തന്നതുപോലെ ഒരു അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നത് പ്രൈസ് ആക്ഷൻ പ്രകാരമെങ്കിൽ ഓൺ ക്ലോസിംഗ് ബേസിസ് ആണ് സാധാരണയായി നമ്മൾ കണക്കാക്കേണ്ടത്. എങ്കിൽ പോലും അങ്ങനെ ഒരു ഫീലാണ് നമുക്ക് ലഭിക്കുന്നതെങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ലോ തൊട്ട് താഴെയുള്ള ഈ സപ്പോർട്ട് സോൺ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യാം. ഇതാണ് ആദ്യമായി പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ്. എങ്കിലും ഈ ലെവലിന് മുകളിൽ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ മാത്രമാണ് വീണ്ടും കിട്ടിയേക്കാവുന്ന ഒരു ഡിക്ലൈനിൽ ഡേയ്സ് ലോ ബ്രേക്ക് ആകാതെ അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ എന്ന് ഫീൽ ചെയ്താൽ വീണ്ടും കോൾ ഓപ്ഷൻ വാങ്ങി ഡേയ്സ് ലോ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യാവുന്നതാണ്. അങ്ങനെയെങ്കിൽ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരം തന്നെയാണ്. എങ്കിലും അതിനു മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ മാത്രം ട്രെൻഡ് അപ്വേർഡ് ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കാം. എങ്കിലും കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയ എവർ ടൈം ഹൈക്ക് മുകളിൽ വീണ്ടും പ്രൈസ് ക്ലോസ് ചെയ്താൽ മാത്രമാണ് നമ്മൾക്ക് ഒരു അപ്വേർഡ് ഡയറക്ഷൻ പ്രതീക്ഷിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഈ ആഴ്ച അങ്ങനെ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ഈ ആഴ്ച ഒരു പോസിറ്റീവ് ക്ലോസിംഗ് വിത്ത് ഓൾ ടൈം ഹൈ എന്ന ഒരു ലെവൽ നമുക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. എന്നാൽ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ ആണ് നൽകുന്നതെങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ഉയരം ഈ ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി പ്രധാനമായും കണക്കാക്കിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യാം. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവലിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണ്. അങ്ങനെയെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഒരു അപ്പ് മൂവിൽ ഡേയ്സ് ഹൈ നിലനിർത്തിക്കൊണ്ട് ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയാണെങ്കിൽ ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യാം. അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ ആയിരിക്കും സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ്. അപ്പോൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ തന്നെയാണ്. എന്നാൽ അതിന് താഴെ വീണ്ടും ക്ലോസ് ചെയ്യുകയാണ് എങ്കിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ തുടർന്ന് ഈ ലെവലുകൾ ടെസ്റ്റ് ചെയ്തേക്കാം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് കഴിഞ്ഞ ദിവസം ബാക്കി വെച്ച ലെവലുകളിലോട്ട് താഴോട്ട് പോന്നേക്കാം. എന്നാൽ 22,455 ഒരു പ്രധാന സപ്പോർട്ടാണ് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. 22,486 455 486 529 567 603 എന്നീ ലെവലുകളാണ്.
മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ലെവലുകൾ നിങ്ങൾക്ക് കാണാമെന്ന് കരുതുന്നു. അടുത്തതായി ബാങ്ക് നിഫ്റ്റിയിൽ എന്താണ് നമ്മുടെ ലെവലുകൾ എന്ന് പരിശോധിക്കാം. ബാങ്ക് നിഫ്റ്റിയിൽ 49,182 എന്ന ലെവലാണ് ഞാൻ പ്രധാന സപ്പോർട്ട് സോണായി രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ പ്രധാന റെസിസ്റ്റൻസ് ആയി 49,529 എന്ന ലെവലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത്രയും റേഞ്ച് ഉള്ളതുകൊണ്ട് തന്നെ അതിനിടയിൽ ഒരു ചെറിയ ലെവൽ കൂടി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് 49,360 അപ്പോൾ കൃത്യമായും ഈ ഏരിയയിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് നൽകുന്നതെങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ലോ ഓർ ഈ ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യാം. പ്രതീക്ഷിക്കുന്ന പ്രധാന റെസിസ്റ്റൻസ് സോൺ ഈ ലെവൽ തന്നെയാണ്. ഇതിന് മുകളിൽ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ മാത്രം വീണ്ടും ഡിക്ലൈൻ കിട്ടിയേക്കാവുന്ന ഒരു സന്ദർഭത്തിൽ ഡേയ്സ് ലോ നിലനിർത്തിക്കൊണ്ട് പ്രൈസ് ആക്ഷൻ പ്രകാരം 1 മിനിറ്റ് 3 മിനിറ്റ് 5 മിനിറ്റ് ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷൻ തന്നെ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ കോൾ ഓപ്ഷൻ ബൈ ചെയ്യാം. അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ്. എങ്കിലും അതിന് മുകളിൽ 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ മാത്രം വീണ്ടും അപ്വേർഡ് ഡയറക്ഷൻ പ്രതീക്ഷിക്കാവുന്നതാണ്. എന്നാൽ സ്റ്റോപ്പ് ലോസ് പോയിന്റ് കൃത്യമായും അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ ആയിരിക്കും. എന്നാൽ ഈ ഏരിയയിൽ ഒരു ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ ആണ് നൽകുന്നതെങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ഉയരം ഓർ ഈ ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യാം. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ഈ സൈഡിന് താഴെ ഈ ലെവലിന് താഴെ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. അങ്ങനെ സംഭവിക്കുന്ന വർഷം വീണ്ടും കിട്ടിയേക്കാവുന്ന ഒരു അപ്പ് മൂവിൽ ഡേയ്സ് ഹൈ നിലനിർത്തിക്കൊണ്ട് ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ തന്നെ നൽകുന്നു ഫീൽ ചെയ്താൽ പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്ത് ഡേയ്സ് ഹൈ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യാം. അങ്ങനെയെങ്കിൽ പ്രതീക്ഷിക്കുന്ന ഡൗൺവേർഡ് ടാർഗറ്റുകൾ 48,981, 48,693, 48,514 എന്നിങ്ങനെയാണ്. എന്നാൽ ഈ ലെവലുകളെല്ലാം പ്രധാന സപ്പോർട്ട് സോണായി ഈ ലെവൽ വളരെ സ്ട്രോങ് ആയ ഒരു സപ്പോർട്ട് സോണായി പ്രവർത്തിച്ചേക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോയിൽ എത്തുമ്പോൾ പ്രൈസ് എന്താണ് നൽകുന്ന ഇൻഡിക്കേഷൻ നോക്കി വേണം ട്രേഡ് ചെയ്യാൻ. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അടുത്തതായി സെൻസെക്സിലെ നമ്മുടെ ലെവലുകൾ എന്തെല്ലാമാണെന്ന് പരിശോധിച്ച് നോക്കാം. 74,557 എന്ന ലെവലാണ് സപ്പോർട്ടായി ആദ്യം ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ലെവൽ. അതുപോലെ തന്നെ 74,813 ആദ്യത്തെ റെസിസ്റ്റൻസ് സോണും, 74,557 ആദ്യത്തെ സപ്പോർട്ട് സോൺ, 74,813 ആദ്യത്തെ റെസിസ്റ്റൻസ് സോൺ. അതിനിടയിൽ 74,716 എന്ന ഒരു ലെവൽ കൂടി ഞാൻ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഏരിയയിൽ ഇന്ന് ക്ലോസ് ആയടുത്ത് തന്നെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകുകയാണ് എങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ലോ ഓർ തൊട്ട് താഴെയുള്ള ഈ സപ്പോർട്ട് സോൺ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യാം. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ലെവൽ ക്ലോസ് ചെയ്യേണ്ടത് ഒരു അപ്വേർഡ് ഡയറക്ഷൻ തന്നെ, ഒരു ബുള്ളിഷ് ട്രെൻഡ് തന്നെ തരും എന്ന് ഫീൽ ചെയ്യണമെങ്കിൽ ഇതിന് ലെവൽ മുകളിൽ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ എങ്കിലും ക്ലോസ് ആവുക എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഡിക്ലൈനിൽ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷൻ തന്നെ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ ഡേയ്സ് ലോ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യാം. അപ്പോൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിൽ വീണ്ടും ഒരു 5 മിനിറ്റ് ക്യാൻഡിൽ 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ അപ്വേർഡ് ഡയറക്ഷൻ തന്നെ പ്രൈസ് മൂവ് ചെയ്തേക്കാം എന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. അങ്ങനെയെങ്കിൽ പ്രധാനമായും ലഭിക്കേണ്ട ടാർഗറ്റ് 75,040 എന്ന ലെവൽ തന്നെയാണ്. എന്നാൽ അതിനു മുകളിൽ ഈ ലെവലിന് മുകളിൽ ക്ലോസ് ചെയ്യുന്ന വർഷം വീണ്ടും അപ്വേർഡ് തന്നേക്കാം. അങ്ങനെയെങ്കിൽ 75,264, 75,311 എന്നീ ലെവലുകളും ടാർഗറ്റുകളായി പ്രതീക്ഷിക്കാവുന്നതാണ്. എന്നാൽ ഇവിടെ ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ തന്നാൽ അതുവരെ രേഖപ്പെടുത്തിയ ഉയരം ഓർ ഈ ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യാം. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ഇതിന് താഴെ 74,557 എന്ന ലെവലിന് താഴെ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഒരു മൂവിൽ ഡേയ്സ് ഹൈ നിലനിർത്തിക്കൊണ്ട് ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ ഡൗൺവേർഡ് ഡയറക്ഷൻ തന്നെ മൂവ് ചെയ്യുന്നു പ്രൈസ് ആക്ഷൻ പ്രകാരം എന്ന് ഫീൽ ചെയ്താൽ പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്ത് വീണ്ടും ട്രേഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ തന്നെയാണ്. എന്നാൽ അതിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ വീണ്ടും കുറച്ചും കൂടി ഡിക്ലൈൻ പ്രതീക്ഷിക്കാം. എന്നാൽ ഈ ലെവലാണ് പ്രധാന ഒരു സപ്പോർട്ടായി വർക്ക് ചെയ്യാൻ ആദ്യമേ സാധ്യത. അത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മാത്രം തുടർന്ന് 74,124, 73,965, 73,741 എന്നീ ലെവലുകൾ ടെസ്റ്റ് ചെയ്തേക്കാം. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. നമ്മുടെ ചാനൽ ഗുണകരമാകുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുമെങ്കിൽ
നിങ്ങൾ ആദ്യമായാണ് നമ്മുടെ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഗുണകരമാകുന്നു എന്ന് തോന്നുമെങ്കിൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ, സംശയങ്ങൾ എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അവയ്ക്ക് എന്നാൽ സാധ്യമാകുന്ന മറുപടികൾ ഞാൻ കമന്റ് ബോക്സിലോ നമ്മുടെ വാട്സപ്പ് ചാനലിലോ നൽകുന്നതാണ്. ഒപ്പം തന്നെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് ചാനലിൽ അംഗമാകാൻ ലിങ്ക് ഉപയോഗിച്ച് എൻ്റർ ആവുക. എല്ലാവർക്കും നാളെയും ഒരു നല്ല ട്രേഡിംഗ് ദിനം ആശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. താങ്ക് യു.